പണ്ട് സിൻഡ്രല എന്നു പേരുള്ള ഒരു സുന്ദരി കുട്ടി ഉണ്ടായിരുന്നു. അവൾ തന്റെ ചിറ്റമ്മയുടെയും അവരുടെ വിരൂപരായ 2 മക്കളുടെയും കൂടെയാണ് താമസിച്ചിരുന്നത്. അവർ അവളോട് കരുണ കാണിച്ചതേയില്ല. അവളെ കൊണ്ടാണ് എല്ലാ ജോലിയും ചെയ്യിപ്പിച്ചിരുന്നത്. ഒരു ദിവസം തെരുവിൽ ഒരു വിളംബരം ചെയ്യുന്നത് കേട്ടു. രാജകുമാരൻ വധുവിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. എല്ലാ ചെറുപ്പക്കാരികളെയും അതിനായി രാജകൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. സിൻഡ്രലയുടെ ചിറ്റമ്മയ്ക്ക് തന്റെ 2 പെൺമക്കളെയും സ്വയംവരത്തിന് അയക്കണമെന്നുണ്ടായിരുന്നു. എന്റെ സുന്ദരി കുട്ടികളെ, നിങ്ങൾ പോകണം. ശരിയമ്മേ. പാവം സിൻഡ്രല, അവൾക്കും കൊട്ടാരത്തിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. അവൾ ചിറ്റമ്മയോട് അതിന് സമ്മതം ചോദിച്ചു. ഞാനും സ്വയംവരത്തിന് പോകട്ടെ. രാജകുമാരൻ ഒരു വധുവിനെയാണ് അന്വേഷിക്കുന്നത്. നിന്നെ പോലെയുള്ള പെൺകുട്ടികളെ ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. നീ ഇവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് പാത്രങ്ങളൊക്കെ കഴുകുകയും തറ വൃത്തിയാക്കുകയും ചെയ്യേ. സിൻഡ്രലയ്ക്ക് വളരെ സങ്കടം തോന്നി. പെട്ടെന്ന് അവിടെ ഒരു പ്രകാശജ്വാല വെളിച്ചം വിതറി. ഒരു മാലാഖയും പ്രത്യക്ഷപ്പെട്ടു. ഞാൻ നിന്റെ അമ്മയുടെ സ്ഥാനത്തുള്ള മാലാഖയാണ് മോളെ. സ്വയംവരത്തിന് പോകാൻ നിന്നെ ഞാൻ സഹായിക്കാം. അതെങ്ങനെ? കാത്തിരുന്ന് കണ്ടോളൂ മോളെ. മാലാഖ തന്റെ മായാജാലം കൊണ്ട് അവിടെ കിടന്ന മത്തങ്ങയെ ഒരു കുതിരവണ്ടിയാക്കി മാറ്റി. മാലാഖ 6 ചുണ്ടലികളെ 6 കുതിരകളാക്കി മാറ്റി. മറ്റൊരു ചുണ്ടലിയെ വണ്ടിക്കാരനായി മാറ്റി. സിൻഡ്രലയുടെ പഴയ വസ്ത്രങ്ങളെ മാലാഖ രാജകീയ വസ്ത്രങ്ങളാക്കി മാറ്റി. അവൾക്കൊരു ജോഡി കണ്ണാടി ഷൂസുകളും കിട്ടി. സിൻഡ്രല, നിനക്ക് അർദ്ധരാത്രി വരെ സമയമുള്ളൂ. അർദ്ധരാത്രിയോ? അതെ മോളെ, അർദ്ധരാത്രിയാകുന്നതോടെ ഇതെല്ലാം പഴയപടി മാറും. ഇക്കാര്യം മറക്കരുത്. പോയി വരൂ. ഞാൻ ശ്രദ്ധിക്കാം. സിൻഡ്രല സ്വർണ വണ്ടിയിൽ കൊട്ടാരത്തിലേക്ക് ചെന്നു.
കണ്ണാടി ഷൂസുകളും ആകർഷണീയമായ വസ്ത്രങ്ങളും അണിഞ്ഞ് സിൻഡ്രല കൊട്ടാരത്തിലെത്തി. സിൻഡ്രല കൊട്ടാരത്തിനകത്തേക്ക് കടന്നു. സിൻഡ്രലയെ കണ്ടതും രാജകുമാരൻ മനം മയങ്ങി നിന്നുപോയി. ആദ്യമായി കണ്ടപ്പോൾ തന്നെ അവർക്കിടയിൽ പ്രേമം പൊട്ടിവിടർന്നു. അന്ന് രാത്രി മുഴുവനും അവർ രണ്ടുപേരും ആനന്ദ നൃത്തമാടി. അതിനു മുൻപ് ഇത്രയും സന്തോഷം അവൻ അനുഭവിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് അർദ്ധരാത്രി ആയെന്നറിയിക്കുന്ന നാഴികമണി അടിക്കുന്നത് കേട്ടത്. അർദ്ധരാത്രിയാകുന്നതോടെ ഇതെല്ലാം പഴയപടി മാറും. അവൾ രാജകുമാരനിൽ നിന്നും കുതറി മാറി പുറത്തേക്ക് ഓടി. പടിക്കെട്ടുകൾ ഓടിയിറങ്ങി കൊട്ടാരത്തിന് പുറത്തേക്ക് ചെന്നു. അയ്യോ, വേഗം പോയി മതിയാവും. സമയം അർദ്ധരാത്രിയായല്ലോ. സിൻഡ്രലയെ പിടിച്ചു നിർത്താനായി രാജകുമാരനും പുറകെ ഓടിയെങ്കിലും ഗോവണിപ്പടിയിൽ കിടന്ന ഒരു കണ്ണാടി ഷൂ മാത്രമേ കാണാനായുള്ളൂ. ഉടനെ തന്നെ ഒരു വിളംബരം ചെയ്യാൻ അദ്ദേഹം ഭടന്മാരോട് ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം തന്നെ ഭടന്മാർ പ്രധാനപ്പെട്ട കാര്യം വിളംബരം ചെയ്തു. രാജ്യത്തിലെ എല്ലാ പെൺകുട്ടികളും കണ്ണാടി ഷൂ ധരിച്ച് നോക്കണമെന്നും കണ്ണാടി ഷൂ കൃത്യമായി പാകമാകുന്ന പെൺകുട്ടിയെ രാജകുമാരൻ വിവാഹം കഴിക്കുമെന്നുമായിരുന്നു ആ വിളംബരം. കണ്ണാടി ഷൂവും എടുത്ത് ഭടന്മാർ എല്ലാ വീടുകളിലേക്കും ചെന്നു. പക്ഷെ ആർക്കും ആ കണ്ണാടി ഷൂ പാകമാകുന്നില്ല. ഒടുവിൽ സിൻഡ്രലയുടെ ഊഴം വന്നു. സിൻഡ്രല തന്റെ കാൽ ഷൂവിലേക്ക് വെച്ചു. അവൾക്കത് വളരെ പാകമായിരുന്നു. സിൻഡ്രലയുടെ ചിറ്റമ്മയുടെ മക്കളുടെ മുഖം അസൂയ കൊണ്ട് കറുത്തുപോയി. ഭടൻ ഇക്കാര്യം രാജകുമാരനെ അറിയിച്ചതും രാജകുമാരൻ സിൻഡ്രലയെ വിവാഹം കഴിച്ചു. അന്നു മുതൽ അവർ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. വളരെ കാലം മുൻപ് ഒരു ധനികനായ വ്യാപാരിയും അയാൾക്ക് 3 പെൺമക്കളും ഉണ്ടായിരുന്നു. വ്യാപാര ആവശ്യങ്ങൾക്കായി അയാൾ വിദേശത്തേക്ക് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. അദ്ദേഹം തന്റെ പെൺമക്കളോട് ചോദിച്ചു, വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത്? ഞങ്ങൾക്ക് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും വേണം. എനിക്കും നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് വേണ്ടത്. അച്ഛാ, നമ്മുടെ പൂന്തോട്ടത്തിൽ ചുവന്ന റോസാപ്പൂക്കളില്ല. എനിക്കൊരു ജോഡി വേണം. വ്യാപാരി അവർ ആവശ്യപ്പെട്ടതെല്ലാം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ അദ്ദേഹം ഒരു സത്രം കണ്ടു. അടുത്തെത്തിയപ്പോഴാണ് ആ സത്രത്തിന് ചുറ്റും ചുവന്ന റോസാപ്പൂക്കളുടെ തോട്ടമുള്ളത് കണ്ടത്. പൂന്തോട്ടത്തിന്റെ അഴകിൽ വ്യാപാരി മയങ്ങിപ്പോയി. അതേസമയം ഇളയ മകളുടെ ആവശ്യവും അയാൾക്ക് ഓർമ്മ വന്നു. പൂക്കൾ പറിച്ചെടുക്കാനായി വ്യാപാരി പൂന്തോട്ടത്തിനകത്ത് കടന്നു. 2 പൂക്കൾ പറിച്ചെടുത്ത് അദ്ദേഹം പുറപ്പെടാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്തുനിന്നും ഒരു അലർച്ച കേട്ടത്. ഈ പൂ പറിക്കാൻ നിനക്ക് എന്ത് ധൈര്യം? അയ്യോ, രണ്ടേ പൂക്കൾ. ഞാൻ എന്റെ മകൾ ബ്യൂട്ടിക്ക് വേണ്ടി പറിച്ചതാ. എന്നെ പോകാൻ അനുവദിക്കണം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. നിന്റെ മകൾ ബ്യൂട്ടിയെ ഇവിടെ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ നിന്റെ കുടുംബം മൊത്തം നശിപ്പിക്കും ഞാൻ. വീട്ടിലെത്തിയ വ്യാപാരി നടന്ന കാര്യങ്ങളെല്ലാം പെൺമക്കളോട് പറഞ്ഞു. അച്ഛനോടൊപ്പം രാക്ഷസന്റെ സത്രത്തിലേക്ക് ചെല്ലാൻ ബ്യൂട്ടി സമ്മതിച്ചു. അങ്ങനെ അവർ സത്രത്തിലെത്തി. ശരി, ഇനി നിന്റെ അച്ഛനെ വീട്ടിലേക്ക് തിരിച്ചു പോകാം. പക്ഷെ നീ എന്നോടൊപ്പം കഴിയണം. മനോവിഷമത്തോടെ ബ്യൂട്ടി അച്ഛനെ തിരിച്ചയച്ചു. നിന്നെ ഞാൻ എന്ത് വിളിക്കണം? നിനക്കെന്നെ ബീസ്റ്റ് എന്ന് വിളിക്കാം. ബ്യൂട്ടി ബീസ്റ്റിനോടൊപ്പം കഴിയാൻ തുടങ്ങി. ബീസ്റ്റ് ബ്യൂട്ടിക്ക് ഒരു മാന്ത്രിക കണ്ണാടി നൽകി. അതിൽ അവളുടെ കുടുംബാംഗങ്ങളെ കാണാമായിരുന്നു.
ഒരു ദിവസം കണ്ണാടിയിൽ നോക്കിയപ്പോൾ തന്റെ അച്ഛൻ സുഖമില്ലാത്ത കിടപ്പിലാണെന്ന് മനസ്സിലായി. എന്നെ വീട്ടിൽ പോകാൻ അനുവദിക്കൂ. അങ്ങനെയാകട്ടെ. പക്ഷെ നീ ഒരാഴ്ചക്കകം തിരിച്ചെത്തിയില്ലെങ്കിൽ ഞാൻ മരിക്കും. തീർച്ചയായും ഞാൻ ഒരാഴ്ചക്കകം തിരിച്ചെത്താം. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു. അച്ഛൻ വേഗം സുഖം പ്രാപിച്ചു. 10 ദിവസങ്ങൾ കടന്നുപോയ കാര്യം ബ്യൂട്ടി അറിഞ്ഞതേയില്ല. ബ്യൂട്ടി കണ്ണാടി എടുത്തു നോക്കിയപ്പോൾ ബീസ്റ്റ് തീരെ സുഖമില്ലാതെ കിടക്കുന്നത് അവൾ കണ്ടു. എനിക്ക് ഉടനെ മടങ്ങണം. അദ്ദേഹത്തെ ഇങ്ങനെ മരിക്കാൻ അനുവദിച്ചുകൂടാ. അവൾ ആ സത്രത്തെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. അവിടെ ബീസ്റ്റ് നിശ്ചലനായി കിടക്കുന്നത് കണ്ടു. ബീസ്റ്റ്, എന്റെ പ്രിയ ബീസ്റ്റ്, ഇത്രയും നാൾ വിട്ടു നിൽക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അയ്യോ, മരിക്കരുതേ. എഴുന്നേൽക്കൂ, എന്റെ അടുത്തേക്ക് തിരിച്ചു വരൂ. അവൾ ബീസ്റ്റിന്റെ വൃത്തികെട്ട നെറ്റിയിൽ ചുംബിച്ചതും പെട്ടെന്നൊരു പ്രകാശം വെട്ടിത്തിളങ്ങി. ബീസ്റ്റ് പെട്ടെന്നൊരു സുന്ദരനായ രാജകുമാരനായി മാറി. പ്രിയേ, എന്നെ ഒരു യക്ഷി ഒരിക്കൽ ശപിച്ചതായിരുന്നു. ആ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ എന്റെ ഈ വൃത്തികെട്ട രൂപത്തെ അവഗണിച്ചുകൊണ്ട് ഏതെങ്കിലും സുന്ദരിയായ പെൺകുട്ടി എന്നെ സ്നേഹിക്കണം. നീ എന്നെ ചുംബിച്ചതോടെ ആ ശാപം നീങ്ങിപ്പോയി. രാജകുമാരനും ബ്യൂട്ടിയും വിവാഹിതരായി കുറെ കാലം സന്തോഷമായി ജീവിച്ചു വന്നു. പണ്ട് ഒരു വൃദ്ധ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. ഒരു ദിവസം അവർ ഇഞ്ചിരുട്ടി കൊണ്ടൊരു മനുഷ്യരൂപം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. എന്നാൽ തനിക്കൊരു കൂട്ടായല്ലോ എന്ന് കരുതി. വൃദ്ധ മാവ് കുഴച്ച് ശരീരരൂപം ഉണ്ടാക്കി. ആ രൂപത്തിന് കണ്ണും മൂക്കും ചെവിയുമൊക്കെ ഉണ്ടാക്കി. പഞ്ചസാര പാവ് കൊണ്ട് കോട്ടുണ്ടാക്കി. ഇതിപ്പോൾ ചുടാൻ പാകമായി. വൃദ്ധ ഇഞ്ചി മനുഷ്യന്റെ രൂപത്തെ പതുക്കെ അടുപ്പിനകത്തേക്ക് വെച്ചു. കുറച്ചു നേരത്തിന് ശേഷം അതിനെ പുറത്തേക്കെടുത്തു. ഇഞ്ചി മനുഷ്യന്റെ രൂപത്തെ കൈകൊണ്ടെടുത്തപ്പോഴേക്കും അത് കയ്യിൽ നിന്നും ചാടിപ്പോയി. ഓടുമ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഓടിക്കോ ഓടിക്കോ, ആവുന്നത്ര വേഗത്തിൽ ഓടിക്കോ, പക്ഷെ എന്നെ കിട്ടില്ല, ഞാൻ ഇഞ്ചി റൊട്ടി മനുഷ്യനാ. ഇഞ്ചിരൊട്ടി മനുഷ്യൻ വൃദ്ധയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയ വഴിയിൽ ഒരു പശുവിനെ കണ്ടു. പശു അതിനെ വിളിച്ചു, നിൽക്ക് ഇഞ്ചിരൊട്ടി മനുഷ്യ, നിന്നെ തിന്നാൻ നല്ല സ്വാദായിരിക്കും. ഞാൻ ആ വൃദ്ധയുടെ കണ്ണു വെട്ടി ചോടുകയാ. ഓടിക്കോ, പറ്റാവുന്നത്ര വേഗത്തിൽ ഓടിക്കോ, എന്നെ കിട്ടില്ല, ഞാൻ ഇഞ്ചി റൊട്ടി മനുഷ്യനാ. പശുവും വൃദ്ധയുടെ കൂടെ ഓടിക്കൊണ്ടിരുന്നു. വഴിയിൽ ഒരു കുതിരയും അവരോടൊപ്പം കൂടി. എനിക്ക് നിന്നെ തിന്നണം. ഞാൻ ആ വൃദ്ധയുടെയും പശുവിന്റെയും കണ്ണു വെട്ടി ചോടുക. ഓടിക്കോ, പറ്റാവുന്നത്ര വേഗത്തിൽ ഓടിക്കോ, എന്നെ കിട്ടില്ല, ഞാൻ ഇഞ്ചി റൊട്ടി മനുഷ്യനാ. അതൊരു അവസാനമില്ലാത്ത ഓട്ട മത്സരം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുതിരയും ഇഞ്ചിരൊട്ടി മനുഷ്യനെ പിന്തുടരുന്നു. വൃദ്ധയും പശുവും അതിനു പിന്നിലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചിരൊട്ടി മനുഷ്യന് അഭിമാനം തോന്നി. ഏതാനും മൈൽ ദൂരം കഴിഞ്ഞതും ഒരു കുറുക്കൻ ഇഞ്ചിരൊട്ടി മനുഷ്യനെ കണ്ടു. കുറുക്കന്റെ വായിൽ വെള്ളം ഊറാൻ തുടങ്ങി. ഇഞ്ചിരൊട്ടി മനുഷ്യൻ കുറുക്കന് മുന്നിലെത്തി നിന്നു.
ഓടിക്കോ ഓടിക്കോ, പറ്റാവുന്നത്ര വേഗത്തിൽ ഓടിക്കോ. എന്നെ കിട്ടില്ല, ഞാൻ ഇഞ്ചിറൊട്ടി മനുഷ്യനാ. ഓ, ഞാനെന്തിനാ നിന്നെ പിടിക്കാൻ വരണത്? കുറുക്കനെ കടന്നു ചെന്നതും ഇഞ്ചിറൊട്ടി മനുഷ്യന് നിൽക്കേണ്ടതായി വന്നു. അവിടെ വീതി കൂടിയ ആഴമേറിയ വെള്ളം കുതിച്ചു പായുന്ന ഒരു നദിയുണ്ടായിരുന്നു. കുറുക്കൻ ഇങ്ങനെ ചിന്തിച്ചു, ഈ ഇഞ്ചിറൊട്ടി മനുഷ്യനെ തിന്നാൻ നല്ല രസമായിരിക്കും. കുറുക്കൻ പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്നെ ഉപദ്രവിക്കുകയൊന്നുമില്ല. വേണമെങ്കിൽ നിന്നെ ഈ പുഴ കടത്തിത്തരാം. ഇഞ്ചിറൊട്ടി മനുഷ്യൻ കുറുക്കന്റെ മുതുകിൽ കയറിയിരുന്നു. കുറുക്കൻ നീന്താൻ തുടങ്ങി. അവർ പുഴയുടെ ഏകദേശം നടുവിലെത്തിയപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഇഞ്ചിറൊട്ടി മനുഷ്യ, എന്റെ തലയിൽ കയറി നിന്നോ, അല്ലെങ്കിൽ നീ നനയും. അങ്ങനെ ഇഞ്ചിറൊട്ടി മനുഷ്യൻ കുറുക്കന്റെ തലയിലേക്ക് കയറി നിന്നു. ഒഴുക്കിന്റെ ശക്തി കൂടിയ സ്ഥലത്തെത്തിയതും കുറുക്കൻ ഇങ്ങനെ പറഞ്ഞു, നിനക്കെന്റെ മൂക്കിന് മുകളിൽ ഇരിക്കാമോ ഇഞ്ചിറൊട്ടി മനുഷ്യ? എന്നാ നിന്നെ സുരക്ഷിതമായി അക്കരെ എത്തിക്കാം. നീ മുങ്ങിപ്പോകുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നീട് ഇഞ്ചിറൊട്ടി മനുഷ്യൻ കുറുക്കന്റെ മൂക്കിലേക്ക് നീങ്ങിയിരുന്നു. കുറുക്കൻ തല വെട്ടിച്ച് ഇഞ്ചിറൊട്ടി മനുഷ്യനെ മുകളിലേക്ക് വീശി അതിനെ പിടിച്ച് തിന്നുകയും ചെയ്തു. നല്ല സ്വാദ്. കുറുക്കന്റെ വായിലേക്ക് പോയ ഇഞ്ചിറൊട്ടി മനുഷ്യനെ പിന്നീട് ആരും കണ്ടിട്ടേയില്ല. പണ്ട് പണ്ട് ഒരു താറാവുണ്ടായിരുന്നു. അത് കാട്ടിലെ പുൽവെളിയിൽ താമസിച്ചു വന്നു. ഒരു ദിവസം താറാവ് മുട്ടയിട്ടു. മുട്ട വിരിയുന്നതും കാത്ത് താറാവ് നിന്നു. ഓ, എന്റെ കുഞ്ഞുങ്ങളെ കാണാൻ എന്ത് ചന്തമായിരിക്കും. താറാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 3 മുട്ടകളും ഉടയാൻ തുടങ്ങി. ചന്തമുള്ള 3 താറാവിൻ കുട്ടികൾ പുറത്തേക്ക് വന്നു. അമ്മ താറാവിന് സന്തോഷം സഹിക്കാൻ വയ്യ. പക്ഷേ വലിയ മുട്ട ഒരെണ്ണം ഇനിയും വിരിഞ്ഞിട്ടില്ല. ഒടുവിൽ ആ മുട്ടയും വിരിഞ്ഞു. അയ്യോ, എന്തൊരു വലിപ്പം! വികൃത രൂപി. താറാവ് അതിനെ സൂക്ഷിച്ചു നോക്കി. ദൈവമേ, ഓ, ഇതെന്റെ കുഞ്ഞാണെന്നോ? അതിന്റെ ചെവി കണ്ടില്ലേ? മറ്റു കുട്ടികളും അതിൽ തമ്മിൽ എന്തൊരു വ്യത്യാസം! വികൃത രൂപമായ താറാവിൻ കുട്ടിയെ സഹോദരങ്ങൾ വരവേറ്റു. അതിനെ നല്ലവണ്ണം കളിയാക്കുകയും ചെയ്തു. അയ്യേ, നിന്നെ കാണാൻ ഒരു ചന്തമില്ല. നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാ? കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ ആ വികൃത രൂപിയായ താറാവിൻകുട്ടി വീട് വിട്ടിറങ്ങി. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ താറാവിൻകുട്ടി ഒരു വീട്ടിലെത്തിച്ചേർന്നു. ഒളിഞ്ഞു നോക്കിയപ്പോൾ ആ വീടിന് മുന്നിൽ ഒരു വൃദ്ധ വെറുതെ ഇരിക്കുന്നത് കണ്ടു. അവരുടെ കാൽച്ചുവട്ടിൽ ഒരു പൂച്ചയും ഒരു കോഴിയും ഉണ്ടായിരുന്നു. ഇവരൊരു പൂച്ചയെയും ഒരു കോഴിയെയും വളർത്തുന്നുണ്ടല്ലോ എന്ന് ആ താറാവിൻകുട്ടി ആലോചിച്ചു.
തിരിഞ്ഞു നോക്കിയപ്പോൾ വൃദ്ധ താറാവിൻകുട്ടിയെ കണ്ടു. നീ ഏതാടാ? കേറി വാ. വൃദ്ധ ആദ്യം താറാവിൻകുട്ടിയെ കയ്യിലെടുക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവരുടെ ഭാവം മാറി. പോടാ വൃത്തികെട്ട താറാവിൻകുട്ടി, ഓടിപ്പൊയ്ക്കോ അവിടുന്ന്. താറാവിൻകുട്ടി അവിടെ നിന്നും ഇറങ്ങി നടന്നു. ഇരുണ്ട കാട്ടിലൂടെ തലയും താഴ്ത്തി നടന്നു ആ താറാവിൻകുട്ടി. പകൽ സമയത്ത് വിതുമ്പി കരഞ്ഞും രാത്രിയിൽ പൊട്ടിക്കരഞ്ഞും താറാവിൻകുട്ടി കാലം കഴിച്ചു. ഏകാന്ത ജീവിതം അതിന് താങ്ങാനാകുമായിരുന്നില്ല. വികൃത രൂപമായ താറാവിൻകുട്ടിക്ക് മനസ്സിൽ നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഒരു ദിവസം നടന്ന് ഒടുവിൽ വലിയൊരു കുളത്തിനടുത്തെത്തി. കുറെ ദിവസങ്ങൾക്ക് ശേഷം വെള്ളം കണ്ടതും താറാവിൻ കുഞ്ഞ് തുള്ളിച്ചാടാൻ തുടങ്ങി. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയ താറാവിൻ കുഞ്ഞ് കുളത്തിലേക്ക് എടുത്തു ചാടി. എന്നിട്ട് മതിയാവോളം നീന്തിക്കളിച്ചു. പക്ഷെ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. തണുപ്പുകാലം തുടങ്ങി, കുളിർകാറ്റ് വീശാൻ തുടങ്ങി. കഠിനമായ തണുപ്പിൽ ആ കുളം തന്നെ ഉറഞ്ഞുപോയി. വികൃത രൂപിയായ താറാവിൻകുട്ടിക്ക് നീന്താനേ പറ്റുന്നില്ല. എനിക്കൊരു നല്ല വീടുണ്ടായിരുന്നെങ്കിൽ. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദയാലുവായ കർഷകൻ ഒരാൾ അതിലെ വന്നു. താറാവിൻ കുഞ്ഞിന്റെ വിഷമം മനസ്സിലാക്കിയ കർഷകൻ അതിനെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി. വീട്ടിലെ ഇളം ചൂടേറ്റതും താറാവിൻകുട്ടിക്ക് സുഖം തോന്നി. പിന്നീട് കർഷകൻ താറാവിൻകുട്ടിയെ കുളത്തിൽ തന്നെ കൊണ്ടുപോയി വിട്ടു. പെട്ടെന്നൊരു ദിവസം തനിക്ക് ചുറ്റും കുറെ അരയന്ന കുട്ടികൾ നീന്തിക്കളിക്കുന്നത് കണ്ടു. താറാവിൻകുട്ടിക്ക് നാണം തോന്നി. അത് തലയും താഴ്ത്തി നിന്നു. പക്ഷെ വെള്ളത്തിൽ കണ്ട കാഴ്ച എന്തായിരുന്നെന്നോ? തന്റെ ശരിയായ രൂപം വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന കാഴ്ച അന്ന് ആദ്യമായിട്ടാണത് കണ്ടത്. അത് പക്ഷേ വികൃത രൂപമായ ചാരപക്ഷിയുടേതായിരുന്നില്ല. അതൊരു അരയന്യത്തിന്റെ പ്രതിരൂപമായിരുന്നു. താൻ താറാവിന്റെ വംശമല്ല, അരയന്യമാണെന്ന് അപ്പോഴാണ് ബോധ്യമായത്. സഹോദര, അരയന കുടുംബത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കൂട്ടത്തിലേക്കും വെച്ച് സുന്ദരൻ നീയല്ലേ? മറ്റുള്ളവർ പരിഹസിച്ചുകൊണ്ടിരുന്ന കാര്യം താറാവിൻകുട്ടിക്ക് മറക്കാനാവുന്നില്ല. ഇപ്പോഴിതാ ഈ അരയന്യങ്ങൾ വന്ന് ഞാൻ അവരിലേക്കും വെച്ച് സുന്ദരനാണെന്ന് പറയുന്നു. ഇനി ഇവിടെ ആരും വികൃത രൂപിയായ താറാവിൻ കുഞ്ഞല്ല. പണ്ട് ഒരു കാട്ടിൽ 3 കരടികൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാവിലെ പാൽക്കഞ്ഞി കുടിക്കാൻ വയ്യാത്തത്ര ചൂടുണ്ടായിരുന്നു. എന്നാൽ കുറച്ചു നേരം കാട്ടിൽ നടക്കാൻ പോയി വരാമെന്ന് അവർ കരുതി 3 പേരും നടക്കാനിറങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി അതിലെ വന്നു. അവൾക്ക് നല്ല സ്വർണ്ണവർണ്ണത്തിലുള്ള തലമുടിയായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ അവളെ ഗോൾഡി ലോക്ക് എന്നാണ് വിളിച്ചിരുന്നത്. അവൾ നടന്ന് കരടികളുടെ വീട്ടിനടുത്തെത്തി. എന്ത് നല്ല വീട്! ഇവിടെ ആരാ താമസിക്കുന്നെന്ന് പോയി നോക്കട്ടെ. ഗോൾഡി പതുക്കെ നടന്നു ചെന്ന് കതകിൽ തട്ടി വിളിച്ചു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒരു മേശയും 3 കസേരകളും ഉണ്ടായിരുന്നു. വലിയൊരു കസേര, ഒരിടത്തരം കസേര, പിന്നെ ഒരു കൊച്ചു കസേരയും.
മേശപ്പുറത്ത് പാത്രങ്ങളിൽ പാൽക്കഞ്ഞിയും ഉണ്ടായിരുന്നു. ഒരു വലിയ പാത്രം, ഒരിടത്തരം പാത്രം, പിന്നെ ഒരു ചെറിയ പാത്രവും. ഗോൾഡിലോക്സിനാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. പാൽക്കഞ്ഞിയുടെ മണം കേട്ടാലേ കൊതിയാവുന്നു. അവൾ വലിയ കസേരയിലിരുന്ന് വലിയ സ്പൂൺ എടുത്ത് വലിയ പാത്രത്തിൽ നിന്നും കുറേശ്ശെ പാൽക്കഞ്ഞി എടുത്ത് കുടിക്കാൻ തുടങ്ങി. സ്പൂണിന് നല്ല ഭാരം, പാൽക്കഞ്ഞിക്ക് നല്ല ചൂടുമുണ്ടായിരുന്നു. ഗോൾഡിലോക്ക് അവിടെ നിന്നും എഴുന്നേറ്റ് ഇടത്തരം കസേരയിലേക്ക് ചെന്നു. പക്ഷെ അതും അവൾക്ക് ബുദ്ധിമുട്ടായി തോന്നി. ഇടത്തരം പാത്രത്തിലെ പാൽക്കഞ്ഞി തണുത്തുപോയിരുന്നു. അങ്ങനെ അവൾ ചെറിയ കസേരയിലേക്ക് മാറിയിരുന്നു. എന്നിട്ട് ചെറിയ സ്പൂൺ കയ്യിലെടുത്തു. ചെറിയ പാത്രത്തിൽ നിന്നും കുറച്ച് പാൽക്കഞ്ഞി കഴിച്ചു നോക്കി. കൂടുതൽ ചൂടുമില്ല, വല്ലാതെ തണുത്തിട്ടുമില്ല. ഇതാണ് ശരിക്കുള്ള പാകം. നല്ല രുചിയായിരുന്നതുകൊണ്ട് അവൾ അത് മുഴുവനും കോരി കുടിച്ചു. കൊച്ചു കസേരയ്ക്ക് അവളെ താങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. ആ കസേര പെട്ടെന്ന് പൊട്ടി വീണു. പിന്നെ ഗോൾഡിലോക്സ് മുകളിലെ നിലയിലേക്ക് പോയി. അവിടെ 3 കിടക്കകൾ ഉണ്ടായിരുന്നു. ഒരു വലിയ കിടക്കയും ഒരിടത്തരം കിടക്കയും പിന്നെ ഒരു ചെറിയ കിടക്കയും. അവൾക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. അവൾ വലിയ കിടക്കയിലേക്ക് കയറി കിടന്നു. വലിയ കിടക്ക നല്ല ചൂടായിരുന്നു, വല്ലാത്ത വലിപ്പവും. പിന്നെ അവൾ ഇടത്തരം കിടക്ക പരീക്ഷിച്ചു നോക്കി. അത് വല്ലാതെ മൃദുവാണെന്ന് തോന്നി. അതുകൊണ്ട് അവൾ കൊച്ചു കിടക്കയിലേക്ക് കയറി കിടന്നു. അത് വല്ലാതെ കട്ടിയുമില്ല, എന്നാൽ വല്ലാതെ മൃദുവുമല്ല. അവൾക്കത് വളരെ സൗകര്യമായി തോന്നി. കൊച്ചു കിടക്കയിൽ കയറി കിടന്നതും ക്ഷീണം കൊണ്ട് അവൾ സുഖമായി ഉറങ്ങാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും കാട്ടിൽ നടക്കാൻ പോയ കരടികളെല്ലാം തിരിച്ചെത്തി. വീടെല്ലാം അലങ്കോലമായി കിടക്കുന്നത് കണ്ടതും അവർക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ആരാണ് നമ്മുടെ വീട്ടിൽ കിടന്നത്? ആരോ എന്റെ കസേരയിൽ ഇരുന്നിട്ടുണ്ടല്ലോ. എന്റെ കസേരയിലും ആരോ കയറി ഇരുന്നിട്ടുണ്ട്. കസേരയും പൊട്ടിപ്പോയി. വലിയ കരടി പാൽക്കഞ്ഞിയുടെ പാത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതും കരടിയുടെ പേടിപ്പെടുത്തുന്ന സ്വരത്തിൽ, ആരോ എന്റെ പാൽക്കഞ്ഞി എടുത്ത് കുടിച്ചിട്ടുണ്ട്. ആരോ എന്റെ പാൽക്കഞ്ഞിയും എടുത്തു കുടിച്ചിട്ടുണ്ട്. എന്റെ പാൽക്കഞ്ഞിയും ആരോ കുടിച്ചെന്ന് മാത്രമല്ല, പാത്രം കാലിയാക്കുകയും ചെയ്തു. 3 കരടികളും കൂടി മുകളിലേക്ക് പോയി നോക്കി. തന്തക്കരടിയുടെ കിടക്ക ആകെ അഴുക്കായിരുന്നു. ആരോ എന്റെ കിടക്കയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ആരോ എന്റെ കിടക്കയിലും കിടന്നുറങ്ങിയിട്ടുണ്ട്. നോക്കൂ അച്ഛാ, ആരോ എന്റെ കിടക്കയിലും കിടന്നുറങ്ങുന്നത് കണ്ടില്ലേ? കരടികൾ ഉച്ചത്തിലാണ് സംസാരിച്ചത്. ശബ്ദം കേട്ട് പേടിച്ച ഗോൾഡിലോക്ക് ഞെട്ടി ഉണർന്നു. അവൾ കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഓടി. അവൾ കാട്ടിലേക്ക് ഓടിത്തുടങ്ങി. അതിനുശേഷം അമ്മ കരടി വേറെ പാൽക്കഞ്ഞി ഉണ്ടാക്കി. എല്ലാവരും കൂടെ ഇരുന്ന് സന്തോഷമായി പാൽക്കഞ്ഞി കുടിച്ചു. പണ്ട് ജാക്ക് എന്നൊരു മിടുക്കൻ കുട്ടിയുണ്ടായിരുന്നു. അമ്മയോടൊപ്പം ഒരു കൊച്ചു കുടിലാണ് അവൻ താമസിച്ചിരുന്നത്. ജാക്കും ജാക്കിന്റെ അമ്മയും സാധുക്കളായിരുന്നു. ഒരു പശുവാണ് അവർക്ക് ആകെ കൂടെ ഉണ്ടായിരുന്ന സ്വത്ത്. ഒരു ദിവസം രാവിലെ ജാക്കിന്റെ അമ്മ അവനോട് പറഞ്ഞു, ജാക്ക്, നീ ഈ പശുവിനെ ചന്തയിലേക്ക് കൊണ്ടുപോയി വിറ്റിട്ട് വരൂ. നല്ല ഭക്ഷണം വാങ്ങാം. ശരി അമ്മേ. ജാക്ക് പശുവിനെയും കൊണ്ട് ചന്തയിലേക്ക് പുറപ്പെട്ടു. ജാക്ക് ചന്തയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു വൃദ്ധനെ കണ്ടുമുട്ടി. എനിക്കറിയാം നീ ഈ പശുവിനെ വിൽക്കാൻ കൊണ്ടുപോകുകയാണെന്ന്. അതിനെ എനിക്ക് തന്നേക്കൂ. എന്നിട്ട് ഈ മാന്ത്രിക ബീൻസ് എടുത്തോളൂ. ജാക്കിന് വളരെ താല്പര്യം തോന്നി. ജാക്ക് ഉടനെ പശുവിനെ വൃദ്ധന് നൽകി. എന്നിട്ട് മാന്ത്രിക ബീൻസുമായി വീട്ടിലേക്ക് തിരിച്ചു.
ജാക്ക് ആ മാന്ത്രിക ബീൻസ് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അമ്മേ, ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയേ. വെറും 5 ബീൻസിന് വേണ്ടി അത്രയും വലിയൊരു പശുവിനെ നീ എന്തിനു കൊടുത്തു? ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? ഇനി നമ്മൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും മരമണ്ടൂസേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ആ ബീൻസ് എല്ലാം ജനാലയിലൂടെ പുറത്തേക്കിട്ടു. അന്ന് രാത്രി കൊണ്ട് ആ ബീൻസ് എല്ലാം മാനം മുട്ടെ വളർന്നു. അടുത്ത ദിവസം രാവിലെ ജാക്ക് ഉണർന്നു നോക്കിയപ്പോൾ വീട്ടിനരികിൽ വലിയൊരു ബീൻസ് ചെടി നിൽക്കുന്നത് കണ്ടു. അവിടേക്കാണ് അമ്മ ബീൻസ് വലിച്ചെറിഞ്ഞിരുന്നത്. മുകളിൽ എന്താ ഉള്ളതെന്ന് നോക്കട്ടെ. മേഘങ്ങൾക്ക് മുകളിൽ അത്ഭുതകരമായ ഒരു കൊട്ടാരമുണ്ടായിരുന്നു. ബീൻസ് ചെടി ജാക്കിനെ നേരെ ആ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ എത്തിച്ചു. ആകാംക്ഷാഭരിതനായി ജാക്ക് അങ്ങോട്ട് നടന്നു ചെന്നു. അകത്ത് ധാരാളം മുറികൾ ഉണ്ടായിരുന്നു. നടന്ന് നടന്ന് ഒടുവിൽ നിറയെ സ്വർണം കൂട്ടി വെച്ചിരിക്കുന്ന വലിയൊരു മുറിയിലാണ് ജാക്ക് എത്തിച്ചേർന്നത്. ആ മുറിയുടെ ഒരു മൂലയിൽ വലിയൊരു രാക്ഷസൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ജാക്ക് കഴിയുന്നത്ര സ്വർണ്ണ നാണയങ്ങളും പെറുക്കിയെടുത്തുകൊണ്ട് വാതിലിനടുത്തേക്ക് ഓടി. ബീൻസ് ചെടിയിലൂടെ ഊർന്നിറങ്ങി ജാക്ക് വീട്ടിൽ തിരിച്ചെത്തി. അമ്മേ, ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നെന്ന് കണ്ടോ? ഇനി നമ്മൾ ഒരിക്കലും ദരിദ്രരാവില്ല. സ്വർണ്ണ നാണയങ്ങൾ കണ്ട് അമ്മ അതിശയിച്ചുപോയി. കൊട്ടാരത്തെക്കുറിച്ചും രാക്ഷസനെക്കുറിച്ചുമെല്ലാം ജാക്ക് അമ്മയോട് വിവരിച്ചു. സ്വർണ്ണ നാണയങ്ങൾ കൊടുത്ത് ജാക്കും അമ്മയും വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ ഒരു ദിവസം ആ പണമെല്ലാം തീർന്നുപോയി. വീണ്ടും ബീൻസ് ചെടിയിലൂടെ കയറിപ്പോകാൻ ജാക്ക് തീരുമാനിച്ചു. അങ്ങനെ ജാക്ക് വീണ്ടും രാക്ഷസന്റെ കൊട്ടാരത്തിലെത്തി. ഇത്തവണ രാക്ഷസന്റെ കൂടെ ഒരു കോഴിയുള്ളത് ജാക്ക് കണ്ടു. രാക്ഷസൻ ആ കോഴിയോട് പറഞ്ഞു, മുട്ടയിട. അങ്ങനെ പറഞ്ഞതും കോഴി സ്വർണ്ണ മുട്ടയിട്ടു. ജാക്കിന് ആ കോഴിയെ തന്നെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നി. അതിനായി രാക്ഷസൻ ഉറങ്ങാൻ പോകുന്നതുവരെ അവൻ കാത്തുനിന്നു. രാക്ഷസൻ ഉറങ്ങാൻ തുടങ്ങിയതും ജാക്ക് കോഴിയെ വാരിയെടുത്തു. കോഴി ഉറക്ക ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ബീൻസ് ചെടിയിലൂടെ വീട്ടിലേക്ക് ഊർന്നിറങ്ങിയ ജാക്കിന്റെ തൊട്ടുപുറകെ രാക്ഷസന്റെ ഇടി വെട്ടുന്ന പോലത്തെ കാലടി ശബ്ദം കേൾക്കാനുണ്ടായിരുന്നു. നിൽക്കവിടെ കള്ളൻ! നിനക്കെന്ത് ധൈര്യമുണ്ടെങ്കിൽ എന്റെ വിലപിടിച്ച കോഴിയെ മോഷ്ടിക്കാൻ വരും? ജാക്ക് കഴിയാവുന്നത്ര വേഗത്തിൽ ചെടിയിലൂടെ ഊർന്നിറങ്ങി. രാക്ഷസനും പിന്തുടർന്നു. ഒടുവിൽ തറയിലെത്തിയതും കഴിയാവുന്നത്ര ശക്തിയിൽ ആ ബീൻസ് ചെടി വെട്ടിമുറിക്കാൻ തുടങ്ങി. മരം പോലെ വളർന്ന ചെടി വെട്ടിയപ്പോൾ രാക്ഷസൻ താഴെ വീണ് മരിച്ചു. ജാക്ക് ആ കോഴിയെ അമ്മയുടെ അടുത്ത് എത്തിച്ചു. അമ്മേ, ഇത് സ്വർണ്ണമുട്ടയിടുന്ന കോഴിയാണ്. ജാക്ക്, മാന്ത്രിക ബീൻസിന് വേണ്ടി പശുവിനെ വിറ്റ നീ ബുദ്ധിമാനാണ്. അന്നു മുതൽ ജാക്കും അമ്മയും കുറെ കാലം സന്തോഷത്തോടെ ജീവിച്ചു.
പണ്ടൊരിടത്ത് 3 പന്നിക്കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ അവ 3ഉം കൂടി ജനിച്ചു വളർന്ന ഫാമിൽ നിന്നും ഇറങ്ങി നടന്നു. പുതിയൊരു ലോകം തേടി ഇറങ്ങിയ 3 പേർക്കും പുറം ലോകം നന്നേ ബോധിച്ചു. വഴിയിൽ എന്തു വെല്ലുവിളി നേരിടാനും 3 പേരും തയ്യാറുമായിരുന്നു. ആദ്യത്തെ പന്നിക്കുട്ടി വഴിയിലൂടെ വൈക്കോലുമായി എത്തിയ ഒരാളെ കണ്ടു. ഒന്ന് നിൽക്കണേ, കുറച്ച് വൈക്കോൽ കിട്ടിയിരുന്നെങ്കിൽ ഒരു വീടുണ്ടാക്കാമായിരുന്നു. അതിനെന്താ, തീർച്ചയായും തരാം. അയാൾ പന്നിക്കുട്ടിക്ക് വലിയൊരു കെട്ട് കച്ചിത്തുരുമ്പ് കൊടുത്തു. പന്നി ആ കച്ചിത്തുരുമ്പ് കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു വീടുണ്ടാക്കി. അവിടെ അടുത്ത് ഒരു ദുഷ്ടനായ ചെന്നായ താമസിക്കുന്നുണ്ടായിരുന്നു. അതിലേ വന്ന ചെന്നായ പന്നിക്കുട്ടിയുടെ വീട് കണ്ടു. ജനലിലൂടെ തലയിട്ട് പന്നിക്കുട്ടിയെ വിളിച്ചു. വാതിൽ തുറന്നതാ. തടിച്ചു കൊടുത്ത പന്നിക്കുട്ടികളെ എനിക്ക് എന്തിഷ്ടം. ഇല്ലില്ല, നിന്നെ ഞാൻ വീട്ടിനകത്ത് കയറ്റില്ല. എന്നാ നിന്റെ വീട് ഞാൻ ഊതി തെറിപ്പിച്ച് കളഞ്ഞ് അകത്തേക്ക് വരാം. ചെന്നായ മുഴുവൻ ശക്തിയും സംഭരിച്ച് ആ വീട് വീഴുന്നത് വരെ ഊതിക്കൊണ്ടിരുന്നു. പന്നിക്കുട്ടി വയലിലൂടെ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. എന്നിട്ട് വേലിയരികിൽ ചെന്ന് ഒളിച്ചിരുന്നു. രണ്ടാമത്തെ പന്നിക്കുട്ടി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ കുറെ കമ്പുകളുമായി വരുന്നത് കണ്ടു. ഒന്ന് നിൽക്കണേ, എനിക്ക് ഇതിൽ നിന്നും കുറച്ച് കമ്പ് കിട്ടിയിരുന്നെങ്കിൽ വീടുണ്ടാക്കാമായിരുന്നു. തീർച്ചയായും. അയാൾ പന്നിക്കുട്ടിക്ക് വലിയൊരു കെട്ട് കമ്പുകൾ കൊടുത്തു. കമ്പുകൾ കൊണ്ട് നല്ല ഒരു വീടുണ്ടാക്കി. പിന്നെയും വന്നു അതേ ചെന്നായ. വേറൊരു പന്നിക്കുട്ടി കമ്പുകൾ കൊണ്ട് വീടുണ്ടാക്കിയത് ചെന്നായ കണ്ടു. അത് പന്നിക്കുട്ടിയെ വിളിച്ചു. പന്നിക്കുട്ടി, വേഗം വാതിൽ തുറക്ക. ഇല്ലില്ല, നിന്നെ ഞാൻ വീടിനകത്ത് കയറ്റില്ല. എന്നാ നിന്റെ വീട് ഞാൻ ഊതി തെറിപ്പിച്ച് കളഞ്ഞ് അകത്തേക്ക് വരാം. ചെന്നായ മുഴുവൻ ശക്തിയും സംഭരിച്ച് ആ വീട് വീഴുന്നത് വരെ ഊതിക്കൊണ്ടിരുന്നു. പന്നിക്കുട്ടി ഒരുവിധം പിൻവാതിലൂടെ ഇറങ്ങി ഓടി ഒരു മരത്തിന് ചുവട്ടിൽ ചെന്ന് ഒളിച്ചിരുന്നു. മൂന്നാമത്തെ പന്നിക്കുട്ടി വഴിയിലൂടെ ഇഷ്ടികകളുമായി എത്തിയ ഒരാളെയാണ് കണ്ടുമുട്ടിയത്. ഒന്ന് നിൽക്കണേ, കുറച്ച് ഇഷ്ടിക കിട്ടിയിരുന്നെങ്കിൽ സ്വന്തമായൊരു വീടുണ്ടാക്കാമായിരുന്നു. അതിനെന്താ പന്നിക്കുട്ടി, തീർച്ചയായും തരാം. അയാൾ പന്നിക്കുട്ടിക്ക് കുറെ ഇഷ്ടികകൾ കൊടുത്തു.
ഇഷ്ടികകൾ കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു വീടുണ്ടാക്കി. നല്ല ഉറപ്പും ബലവുമുള്ള വീട്. മറ്റ് 2 പന്നിക്കുട്ടികളും വിവരം കേട്ടറിഞ്ഞ് അവിടെ എത്തി. നീ നല്ല ഉറപ്പുള്ള വീടാ ഉണ്ടാക്കിയിരിക്കുന്നേ. പക്ഷേ എന്റെ വൈക്കോൽപുരം ആ ചെന്നായ ഊതി വീഴ്ത്തി കളഞ്ഞു. അതെ, ഞാൻ കമ്പുകൾ കൊണ്ടുണ്ടാക്കിയ വീട് നശിപ്പിച്ചു. അതൊന്നും സാരമില്ല. നമ്മൾ 3 പേരും ഒറ്റക്കെട്ടായി നിന്നാ ചെന്നായെ പിടിച്ചിട്ട് തന്നെ കാര്യം. അധികം താമസിയാതെ ചെന്നായ അവിടെ എത്തി. ചെന്നായക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ചെന്നായ വിളിച്ചു പറഞ്ഞു, എടാ കൊച്ചു പന്നി, വേഗം വാതിൽ തുറക്ക. ഇല്ലല്ലോ, ഞാൻ നിന്റെ വീട്ടിനകത്ത് കയറ്റില്ല. എന്നാ നിന്റെ വീട് ഊതി വീഴ്ത്തിയിട്ട് തന്നെ ബാക്കി കാര്യം. ചെന്നായ മുഴുവൻ ശക്തിയും സംഭരിച്ച് ഊതാൻ തുടങ്ങി. പിന്നെയും പിന്നെയും ഊതിക്കൊണ്ടേയിരുന്നു. പക്ഷെ ആ വീട് വളരെ ഉറപ്പുള്ളതായിരുന്നു. വീഴുന്ന ലക്ഷണമേയില്ല. ഇഷ്ടിക കൊണ്ടുള്ള വീട് വീഴ്ത്താൻ പറ്റാതെ വന്നപ്പോൾ ചെന്നായക്ക് ദേഷ്യം പിടിച്ചു. ചെന്നായ അലറി വിളിച്ചുകൊണ്ട് പന്നികളോട് പറഞ്ഞു, ഞാൻ പുകക്കുഴലിലൂടെ വീട്ടിനകത്തേക്ക് വരും, നിങ്ങളെല്ലാം അത്താഴമാക്കും. മറ്റ് 2 പന്നിക്കുട്ടികളും ഇതെല്ലാം കേട്ട് പേടിച്ചരണ്ടുപോയി. 3-മത്തെ പന്നിക്കുട്ടി തല പുകഞ്ഞ് ആലോചിക്കുകയായിരുന്നു. വേഗമാകട്ടെ, ഈ തിളയ്ക്കുന്ന വെള്ളം നമുക്ക് പുകക്കുഴലിന് അടിയിൽ കൊണ്ടുപോയി വെക്കണം. 3 പന്നിക്കുട്ടികളും കൂടി പുകക്കുഴലിനടിയിൽ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങി. ചെന്നായ പുകക്കുഴലിലൂടെ താഴേക്ക് കുതിച്ചു. ചെന്നായ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് വന്നു വീണു. പന്നിക്കുട്ടികൾ ആ പാത്രം നന്നായി മൂടി വെക്കുകയും ചെയ്തു. അതോടെ ചെന്നായയുടെ കഥ കഴിഞ്ഞു. ഇനി നമുക്ക് സമാധാനമായി ജീവിക്കാം. അതിനുശേഷം നല്ല ഉറപ്പുള്ള ആ വീട്ടിൽ മറ്റു 2 പന്നിക്കുട്ടികൾക്കും കൂടി സൗകര്യമായി സുരക്ഷിതമായി താമസിക്കാൻ പാകത്തിനുള്ള മുറികൾ ഉണ്ടാക്കി. Come on, little bunnies. Give thumbs up for the video, share with your friends, and subscribe to our channel for more awesome videos.